അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, നാം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ബിജാപ്പൂർ എന്ന സ്ഥലത്ത്, കർണാടക സംസ്ഥാനത്തിലെ ബിജാപ്പൂരിലെ ഖ്വാജ അമീനുദ്ദീൻ ചിസ്തി എന്ന മഹാനുഭാവൻ്റെ മഖാമുകളാണ്. ഇവിടെ ഒരുപാട് ആളുകൾ സിയാറത്തിനായി വരുന്നുണ്ട്. ഞങ്ങളും ഇവിടെ എത്തിപ്പെട്ടു. നമുക്ക് ഇവിടെ ഒരു ഉമർ സഖാഫി എന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു കൂടെ. ആ ഉസ്താദാണ് നമുക്ക് ഈ വഴിയൊക്കെ കാണിച്ചു തന്നത്. അങ്ങനെ ഉസ്താദാണ് ഈ നാട്ടിലുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മോട് പങ്കുവച്ചത്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ മഖാമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ മഖാമിൻ്റെ മുകളിൽ കാണുന്നത് സ്വർണ്ണമാണ്. സ്വർണ്ണത്തിനാലാണ് അതിൻ്റെ ആ കുബ്ബയുടെ മുകൾ ഭാഗമൊക്കെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല, പണ്ടുള്ള ഒരു സന്യാസിമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപം തന്നെയാണ് കുബ്ബക്കുള്ളത്. ഇവിടെയുള്ള അധിക കുബ്ബകളും ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ തന്നെയാണുള്ളത്. കാണുന്നുണ്ടാകാം, ഇങ്ങനെയാണുള്ളത്. കാരണം കുബ്ബകളൊക്കെ വലിയ ഒരു നമുക്കറിയാം, വളരെ മനോഹരമായ രൂപത്തിൽ പണ്ടുള്ള അതേ രൂപമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത് പണ്ടുള്ള രൂപങ്ങളൊക്കെ കാണാൻ നമുക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ ഈ നാട്ടിൽ ഇവിടെയൊക്കെ അത് വളരെ രസകരമായ രൂപത്തിൽ, വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. അതിനെ ആരെങ്കിലും തകർക്കാൻ നോക്കിയാൽ വലിയ ശിക്ഷ തന്നെ അവർക്ക് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ തകർക്കാൻ നോക്കുകയില്ല, ഇതിനെ മാറ്റി പണിയാനും ആരും ശ്രമിക്കുകയില്ല. ഇവിടെ ഒരുപാട് ആളുകൾ സിയാറത്തിനായി വരുന്നുണ്ട്. ഒരുപാട് കറാമത്തുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പ്പെട്ടവരെ, നിങ്ങൾ മഖാമിൻ്റെ മുൻവശം കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ മഹാൻ്റെ ഉപ്പയുടെ ഖബറാണത്, മഖാമാണത്. അവിടെ ഇദ്ദേഹം വലിയ മഹാന്മാരാണ്. ഇവരുടെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അത്ഭുതം തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് എത്രയോ മഖാമുകളാണ് നിലനിൽക്കുന്നത്. എത്ര പോയാലും വീണ്ടും വീണ്ടും മഖാമുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, എത്ര ഔലിയാക്കന്മാരാണ്. അതും അവരുടെ ചരിത്രങ്ങളൊക്കെ നാം കേൾക്കുന്ന സമയത്ത് നമുക്ക് വളരെ അത്ഭുതവും മാത്രമല്ല, ഇവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മീയത ലഭിക്കും. പറഞ്ഞു വരുന്നത്, ഈ മഹാനവറുകളുടെ ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ കേട്ടു. അവിടെ വടിയുണ്ട്, വടീൻ്റെ കറാമത്തുകളൊക്കെ കേട്ടു. മദീനത്തിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ കേട്ടു. അതേപോലെ തന്നെ മറ്റൊരു ചരിത്രം അറിഞ്ഞത്, ഒരിക്കൽ മഹാനവറുകൾ നിസ്കരിക്കുന്നില്ല എന്ന് നാട്ടുകാരൊക്കെ ആരോപിച്ച സമയത്ത് അന്നുള്ള രാജാവിൻ്റെ അടുത്ത് അവർ പരാതിയുമായി പോയ സമയത്ത് രാജാവ് ഇദ്ദേഹത്തോട് നിങ്ങൾ നമസ്കരിക്കുന്നില്ലെന്ന് നാട്ടുകാരൊക്കെ പരാതി പറയുന്നുണ്ട് എന്ന് ഈ മഹാനവറുകളോട് രാജാവ് പരാതിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഒരു കുളത്തിൻ്റെ പരിസരത്ത് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് ജനങ്ങളൊക്കെ അങ്ങനെ രാജാവ് ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ ഒരുമിച്ച് കൂട്ടുകയും അവിടെ ഈ മഹാനവറുകളുടെ മുരീദിനെ മുസല്ലവുമായി കുളത്തിൻ്റെ മുൻവശത്തിലൂടെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ ആ മുരീദിനെ പറഞ്ഞേക്കുകയും മുരീദ് ആ വെള്ളത്തിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കുകയും വെള്ളത്തിൻ്റെ നടുവിലൂടെ മുസല്ല പിടിച്ചുകൊണ്ട് നടക്കുകയും അവിടെ നടുവിൽ മഹാനവറുകൾ നമസ്കരിക്കുന്നതാണ്. മഹാനവറുകൾ അവിടെ മുസല്ല വിരിക്കുകയും ശേഷം മഹാനവറുകൾ അവിടെ ചെന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന സംഭവമാണ്.
അപ്പോൾ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. പക്ഷേ ഈ മഹാനവരുകൾ ആ സമയത്തും ജനങ്ങളൊക്കെ ഞാൻ നിസ്കരിച്ചത് അറിഞ്ഞല്ലോ എന്ന ഒരു വെപ്രാളത്തിലായിരുന്നു. അത്രക്കും സൂക്ഷ്മത വെച്ചാൽ നിസ്കരിക്കുന്നത് പോലും ആരും അറിഞ്ഞിരുന്നില്ല. അത്രക്കും ഭക്തിയിലേറിയ രൂപത്തിലാണ് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. അൽഹംദുലില്ലാ, ഇവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചത് വലിയ ഒരു സന്തോഷവും വലിയൊരു റാഹത്തും തന്നെയാണ് പറയാൻ സാധിക്കുക. പക്ഷേ ഇവിടെയുള്ളവരൊക്കെ സംസ്കാരശൂന്യമായ ആളുകൾ തന്നെയെന്ന് പറയാം. പക്ഷേ ഒരുപാട് അധപ്പതിച്ച കാര്യങ്ങളൊക്കെ ഇവർ നിർവഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ തെറ്റായ രൂപമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മതത്തിൻ്റെ ആചാരണങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, ശരിക്കുള്ളത് ഒരു തേങ്ങയെ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ആചാരം പോലെ, അതിനൊരു ആഘോഷം പോലെ, ആഹ്ലാദം പോലെ അവർ കൊണ്ടാടുകയാണ്. തികച്ചും അത് തെറ്റാണ്, നമ്മുടെ സംസ്കാരത്തിനെതിരാണ്. അതേപോലെ സുജൂദ് ചെയ്യലും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവർ നിർവഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ തികച്ചും തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള മഹാനവരുകളുടെ വാപ്പയുടെ മക്കാമാണ്. നമുക്ക് ഇങ്ങനെയുള്ള മക്കാമുകൾ അറിയാത്തവരാരുണ്ടാകാൻ പാടില്ല. ഇങ്ങോട്ടൊക്കെ സിയാറത്തിനൊക്കെ, അതായത് കർണാടക ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മക്കാമുകൾ കണ്ട് സിയാറത്ത് ചെയ്യേണ്ട വലിയ മഹത്തായ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരുപാട് സുഖമില്ലാത്ത ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് എന്താ പറയുക, യഥാർത്ഥത്തിൽ ഒരു അത്ഭുതപ്പെടുന്ന സ്ഥലം തന്നെയാണ്. ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ എന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ ഉണ്ടാകും. എല്ലാവർക്കും ഇവിടെ ഒരു അവർക്കൊക്കെ മഹാന്മാരിൽ നിന്ന് പ്രതീക്ഷയാണ്. ഇത് കണ്ടോ നിങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കുബ്ബയുടെ മുകളിൽ കാണുന്നത് സ്വർണ്ണമാണ്. ചില മക്കബറയിലൊക്കെ കുബ്ബയുടെ മുകളിൽ കാണുന്നത് വെള്ളിയാണ്. അങ്ങനെ തുടങ്ങിയത് കണ്ടോ, ഇതൊക്കെ മക്കബറകളാണ്. ഇവരുടെ കുടുംബവും ഇവരുമായി ബന്ധപ്പെട്ടവരും തുടങ്ങി അടുത്തവരൊക്കെ, ഇവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ചരിത്രത്തിൽ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. ആളുകളൊക്കെ ഇവരുടെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടേക്ക് വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇവരെ കുറ്റപ്പെടുത്തുന്നല്ല, പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾക്ക് യഥാർത്ഥമായ ദീനിൻ്റെ ബോധങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് തികച്ചും ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവരെ ഞാൻ ആക്ഷേപിക്കുകയോ ഇവിടെയുള്ള ആളുകളെ മോശമായി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല. നമുക്കറിയാം, മക്കാമിൻ്റെ മുൻവശത്തൂടെയൊക്കെ പന്നികളുണ്ടാകും, പള്ളിയുടെ മുൻവശത്ത് പന്നികളും അതേപോലെ നായ്ക്കളും അങ്ങനെ തുടങ്ങി അതൊക്കെ അതിനൊരു വിഷയാക്കാത്ത രൂപത്തിലുള്ള ഒരിതാണ്. പക്ഷേ ഇവർക്കൊക്കെ അദബിൻ്റെ കാര്യത്തിലൊക്കെ വളരെയേറെ അദബാണ് ഇവർക്കൊക്കെ. നിസ്കാരത്തിൽ പിൻവശത്തുകൂടെ അവർ വരികയും തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.